أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ചാനലിൽ വളരെ മഹത്തായ ഒരു അമലിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ചികിത്സക്ക് വരുന്ന സ്ത്രീകൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശൈത്താന്യത്തുമായി ബന്ധപ്പെട്ട് പല ആളുകൾ സമീപിച്ചപ്പോഴും നമ്മുടെ ആളുകളാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും ഒക്കെ ചൂഷണത്തിന് വിധേയരായവരും ചതിക്കപ്പെട്ടതും മോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളുമൊക്കെ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അമൽ ഈ ഒരു ഗ്രൂപ്പിൽ, ഈ ഒരു ചാനലിൽ, KAS മീഡിയ എന്ന ഇസ്ലാമിക് യൂട്യൂബ് ചാനലിൽ നമ്മളിങ്ങനെ ഒരു അമൽ വിടുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് രക്ഷപ്പെടൽ എന്ന മാർഗം, അങ്ങനെയുള്ള അത്രക്കാർ ആണോ അല്ലെന്ന് അറിയില്ലല്ലോ ചികിത്സയുമായി ബന്ധപ്പെട്ട് സമീപിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വന്ന് കയറിയിട്ടുള്ള, നമുക്ക് ബാധിച്ചിട്ടുള്ള എല്ലാവിധ മാനസികവും ശാരീരികവുമായ ശൈത്വാനിയത്ത് മുഖേനയുള്ളതാണെങ്കിലും ശരി, അല്ലാത്തതാണെങ്കിലും ശരി, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയും, ശൈത്വാനിയത്തുണ്ടെങ്കിൽ, ശൈത്താൻ ശരീരത്തിന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ശൈത്താൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ മനസ്സിലാകുന്നുണ്ടെങ്കിലും, ഈ ചാനലിൽ പറയുന്ന ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നല്ല ഇഖ്ലാസോടെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു സംശയം വെക്കേണ്ട ആവശ്യമില്ല. 41 ദിവസം മുടങ്ങാതെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ മഹത്വം കൊണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു കുടുംബത്തിൻ്റെ മഹത്വം കൊണ്ട്, അവിടുത്തെ ബദരീങ്ങളുടെ മഹത്വം കൊണ്ട്, അള്ളാഹു ഇത് ഓതുന്നവർ ആരാണോ ആ ശരീരങ്ങളിൽ ശൈത്താന്മാരെ 41 ദിവസം മുടങ്ങാതെ ഓതുമ്പോൾ ശൈത്താന്മാരെ ആ ശരീരത്തിൽ നിൽക്കാൻ കഴിയാതെയും സമീപിക്കാൻ കഴിയാതെയും അവർ ബുദ്ധിമുട്ടാക്കാൻ കഴിയാത്തതിനാൽ ഇറങ്ങി ഓടുന്നതാണ്. ഒരാളുടെ അടുത്തേക്കും പോകേണ്ട ആവശ്യമില്ല. നല്ല ഇഖ്ലാസോടുകൂടെ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും പ്രവൃത്തിയും നല്ല ഇഖ്ലാസോടെ, നല്ല നിയ്യത്തോടു കൂടെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഏതൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇബ്ലീസ് നമ്മുടെ മാമുമായി തുടർന്നിട്ടോ, നമ്മൾ ഇബ്ലീസിനെ പിടിച്ച് നമ്മുടെ ഹൃദയത്തിൽ കയറ്റിയിട്ടോ അല്ലല്ലോ പല ചിന്തകളും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. നല്ല ഇഖ്ലാസോടെ നമ്മൾ നല്ല ശ്രദ്ധിച്ചുകൊണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്. ആ സുജൂദ് ചെയ്യാൻ വേണ്ടി, ആ നിസ്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വുളു എടുക്കുന്നത്. അതുകൊണ്ട് വുളുവിൽ എൻ്റെ ശ്രദ്ധ മുഴുവനും വുളുവിലായിരിക്കണം എന്നുള്ള നിയ്യത്തോടു കൂടെ അള്ളാഹുവെ ഞാൻ വുളു എടുക്കുകയാണെന്ന് അങ്ങോട്ട് മനസ്സിൽ കരുതി നിങ്ങൾ വുളു അങ്ങോട്ട് ശരിക്ക് ഇഖ്ലാസോടെ മറ്റു ചിന്തകളൊന്നുമില്ലാതെ വുളു എടുക്കാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് നിസ്കാരം നിൽക്കുമ്പോൾ ആ നിസ്കാരത്തിൽ ഇബ്ലീസിനെ നിങ്ങളെ പിഴപ്പിക്കാൻ കഴിയില്ല. വുളു എടുക്കുമ്പോൾ നമ്മുടെ ചിന്ത ഏത് രീതിയിലാണോ ആ രീതിയിൽ അതിൻ്റെ ബാക്കി ഭാഗമായിക്കൊണ്ട് നമുക്ക് നിസ്കാരത്തിലും ചിന്ത വരും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഭൗതിക ചിന്തകളൊന്നുമില്ലാതെ ഖിലാസോടെ ഇശാ മഗ്‌രിബിനിടയിലെ മഗ്‌രിബ് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ അവൽ വക്തിനെ നിസ്കാരം കഴിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് ഓതുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് കഴിയാത്തവർ കസാരയിലോ സ്റ്റൂളിലോ ആണെങ്കിലും കുഴപ്പമില്ല. ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഓതി കഴിയുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ കഴിഞ്ഞില്ല എങ്കിൽ മോശമൊന്നുമില്ല, പക്ഷേ ഏറ്റവും നല്ലത് ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കഴിയുന്നതാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിൻ്റെയും ബാഹ്യപരവും ആന്തരികപരവുമായ എല്ലാവിധ പ്രയാസങ്ങൾക്കും വേണ്ടി അള്ളാഹുവേ ഇതുകൊണ്ട് നീ എനിക്ക് ശിഫ നൽകണേ റബ്ബേ, അസുഖവും പ്രയാസവും നൽകിയത് നീയാണ്, ശിഫയും നിന്നിലാണല്ലോ തമ്പുരാനെ. അതിനാൽ നിൻ്റെ ഹബീബ് മുത്തുളി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ തിരു കുടുംബത്തിൻ്റെയും ബദരീങ്ങളുടെയും പേരിൽ ഞാനിതാ 3 യാസീനും 3 സൂറത്തുൽ ജിന്നും, ഒരു യാസീനും ഒരു ജിന്ന് സൂറത്തും, അങ്ങനെയല്ല 3 യാസീനും 3 സൂറത്തുൽ ജിന്നും ഒരൊറ്റ നിയ്യത്തിൽ. യാസീനൊരു നിയ്യത്ത്, സൂറത്തുൽ ജിന്നുകൾക്കൊരു നിയ്യത്ത് എന്നില്ല. ഒറ്റ നിയ്യത്തോടുകൂടെ 3 യാസീനും 3 സൂറത്തുൽ ജിന്നും റബ്ബേ നിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും അവിടുത്തെ തിരുകുടുംബത്തിൻ്റെ പേരിലും അവിടുത്തെ ബദരീങ്ങളുടെ പേരിലും ഞാൻ ഓതുകയാണല്ലാ. അവരുടെയൊക്കെ മഹത്വം കൊണ്ട്, ഖുർആനിൻ്റെ ഫള് കൊണ്ട് റബ്ബേ എൻ്റെ ഈ പ്രയാസത്തിൽ നിന്ന്, ഈ ശൈത്താനിയത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് എന്നെ നീ കരകയറ്റണേ റബ്ബേ, മോചിപ്പിച്ച് തരണേ തമ്പുരാനെ, ശാശ്വതമായി ശിഫയാക്കി തരണേ അല്ലാ.
ഇബ്ലീസിൻ്റെ ഷെറുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, ഷൈത്വാനിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ അല്ലാ എന്ന നല്ല നെയ്യത്തോടു കൂടെ ഒരാൾ മഗ്‌രിബ് നിസ്കാര ശേഷം അവിടെ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് സംസാരിക്കാതെ ഭൗതിക ചിന്തകളില്ലാതെ ഇശാബാഗിന് മുമ്പായിക്കൊണ്ട് ഈ പറഞ്ഞ എണ്ണം സൂറത്ത് യാസീൻ 3 എണ്ണവും ഈ പറഞ്ഞ രീതിയിൽ നെയ്യത്തോടെ സൂറത്ത് യാസീൻ 3 എണ്ണവും സൂറത്തുൽ ജിന്ന് 3 എണ്ണവും 41 ദിവസം ദായിമായി പോവുകയാണെങ്കിൽ ഓതുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ശരീരത്തിനേറ്റ എത്ര ആളുകളുണ്ടെങ്കിലും ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും. വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. ഇത് ബാധിച്ചവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് ഓതാൻ കഴിയാത്തൊരവസ്ഥയോ ഓതാൻ അറിയാത്ത അവസ്ഥയോ ആണെങ്കിൽ മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരൊറ്റ കാര്യമുണ്ട്, സ്ത്രീകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങൾ അശുദ്ധിയുള്ള സമയത്ത് ഇത് ചെയ്യരുതേ. അശുദ്ധിയുള്ള സമയത്ത് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. അശുദ്ധിയുള്ളതും ഇല്ലാത്തതുമായ സമയത്ത് നിങ്ങൾ സ്വലാത്തിന് അധികരിപ്പിക്കണം. ദിവസവും സ്വലാത്ത് മിനിമം പകലിൽ 333 രാത്രിയിൽ 333 എല്ലാ ദിവസവും ഇതിൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണം. അതുപോലെ തന്നെ അശുദ്ധിയുള്ള സമയങ്ങളിൽ ഈ ഖുർആനിൽ സൂറത്തുകളോ ആയത്തുകളോ ഒന്നും ഓതാതെ നിങ്ങൾ 1000 തവണയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. അത് പകലിൽ 700 രാത്രിയിൽ 300 മാറ്റുക. അശുദ്ധിയുള്ള സമയങ്ങളിൽ മാത്രം. അല്ലാത്ത സമയത്തെല്ലാം പകലിൽ 333 സ്വലാത്ത്, രാത്രി 333 സ്വലാത്ത് എന്ന കണക്കിൽ ചൊല്ലുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ തിരുകുടുംബത്തിൻ്റെയും ബദ്രീങ്ങളുടെയും പേരിൽ 3 യാസീനും 3 സൂറത്തുൽ ജിന്നും മോദി ആത്മാർത്ഥമായി കരഞ്ഞു പറഞ്ഞ് ദുആ ചെയ്യുക. ഇങ്ങനെ 41 ദിവസം മുടങ്ങാതെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലേക്ക് ദിവസങ്ങൾ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചെയ്ത് 41 ദിവസം ശരിക്കും ശ്രദ്ധയോടുകൂടെ സൂക്ഷ്മതയോടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ശൈത്താൻ്റെ എല്ലാവിധ സിഹറിൽ നിന്നും ശൈത്താന്യത്തിൽ നിന്നും പീഡിപ്പിക്കുന്നതിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും മനസ്സിനിടങ്ങേറാക്കുന്നതിൽ നിന്നും വസ്വാസാക്കുന്നതിൽ നിന്നും എല്ലാം അള്ളാഹു രക്ഷപ്പെടുത്തി തരും. യാതൊരു സംശയം വേണ്ട. നല്ല നിയ്യത്തോടെ ഖിലാസോടെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധ ശൈത്താന്മാരുടെ ഷറുകളിൽ നിന്നും അള്ളാഹു നമ്മളെയും ബന്ധപ്പെട്ടവരും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ അവിടുത്തെ മുത്തഖീങ്ങളുടെയും അള്ളാഹുവിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും തൃപ്തിയുമൊക്കെ കരസ്ഥമാക്കിയതുമായ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു സ്വാലിഹീങ്ങൾ നമ്മളെയും ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും ദുആയിലും ഈ വിനീതനെയും കുടുംബത്തിനെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.